Cooperation as an institution and as enterprise. A cooperative is an institution working for the service of the people and for cultural development, but at the same time it aims at economic development of members. In this sense, it is an enterprise and an organization. ഒരു കോപ്പറേറ്റീവ് എന്നത് ജനങ്ങളുടെ സർവീസിന് വേണ്ടിയും കൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതേസമയം തന്നെ അംഗങ്ങളുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് എന്നത് ഒരേ സമയം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഓർഗനൈസേഷനും ആണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് implies economic, political and social brotherhood among cooperatives various countries in the world. Cooperative Commonwealth is a concept of a society which gives equal rights and opportunities of all individuals without any malpractices and discrimination, wherein there is no room for exploitation. It is a society in which self-help and cooperation made effective by voluntary organization of people. The idea of Cooperative Commonwealth was originated in Britain. The book Towards Cooperative Commonwealth was written by D.R. Gadgil. വിവിധ രാജ്യങ്ങളിലെ സഹകാരികൾ തമ്മിലുള്ള സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ സാഹോദര്യമാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നത് സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റാണ്. എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ, മാൽപ്രാക്ടീസസ് തടഞ്ഞുകൊണ്ടുള്ള തുല്യ അവസരങ്ങൾ എല്ലാവർക്കും നൽകുന്ന ഒരു കൺസെപ്റ്റാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ജനങ്ങൾ തമ്മിലുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ മുഖേന സെൽഫ് ഹെൽപ്പും കോപ്പറേഷനും നടത്തുന്ന ഒരു കൺസെപ്റ്റാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് ബ്രിട്ടനിലാണ്. ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന പുസ്തകം രചിച്ചത് D.R. ഗഡ്ഗിലാണ്.